നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? ഇത് സന്തോഷം കൊണ്ടുള്ള ഭ്രാന്താ. അപ്പൊ നിങ്ങൾ ആരും വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? എടാ നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. സുമംഗല അമ്മയ്ക്ക് ജാമ്യം കിട്ടി. സത്യം. ഈ താക്കോല് വെറുതെ ഭ്രാന്ത് പറയാ. നിങ്ങൾ ആരും ഇത് വിശ്വസിക്കണ്ട. അയ്യോ, ഞാൻ ഭ്രാന്ത് പറയുന്നതല്ല. അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങി. ഞാൻ ബോസിനെ വിളിച്ചിരുന്നു. എന്നിട്ട് ഇതിനെ കുറിച്ച് രൂപേഷും ദർശനയും ഒന്നും പറഞ്ഞില്ലല്ലോ. രൂപേഷും ദർശനം എപ്പോഴാ പോയത്? അവര് വേറെ എവിടെ പോവാണെന്ന് പറഞ്ഞല്ലേ പോയത്. അപ്പോ ഏട്ടത്തി ജയിൽ മോചിതയാവുന്ന കാര്യം അവർക്കറിയായിരുന്നു. എന്നിട്ട് അവര് നമ്മളോട് പറഞ്ഞില്ല. അല്ല, എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ചേച്ചിക്ക് ജാമ്യം കിട്ടിയത് നമുക്ക് ആഘോഷിക്കണം. പിന്നെ നമ്മളെല്ലാം എത്രമാത്രം പ്രാർത്ഥിച്ചതാ ചേച്ചിക്ക് ജാമ്യം കിട്ടാൻ. എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി, അതിനെല്ലാം ഫലം ഉണ്ടായി. ഗിരിജ, ഏട്ടത്തിക്ക് വേണ്ടി ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കണം. ചേച്ചി നല്ല ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി. ചേച്ചി, പൂജാമുറി റെഡിയാക്കി വിളക്ക് കത്തിക്കണം. ആരതി ഒഴിഞ്ഞു വേണം ഏട്ടത്തെ സ്വീകരിക്കാൻ. ഈ വീടിന്റെ ഐശ്വര്യമാണ് തിരികെ വരാൻ പോകുന്നത്. എന്റെ ഭഗവാനെ, നീ രക്ഷിച്ചു. എത്ര ദിവസമായി സമാധാനായിട്ടൊന്നും ഉറങ്ങിയിട്ട്. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടല്ലോ. ഗിരിജ, അത് പിന്നെ എന്റെ ചേച്ചി സ്വീകരിക്കാൻ ഇവിടെ കൊട്ടും കുരവയും ആനയും അമ്പാരിയും ഒക്കെ വേണം. ഇവിടെ എന്താ വല്ല ഉത്സവം നടക്കാൻ പോകുന്നോ? അതെ, ഈ വീടിന് ഇതൊരു ഉത്സവം തന്നെയാ.